അങ്ങനെ ഒരു നീണ്ട ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ തകൃതിയായിട്ടുള്ള തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ കാടമുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സവാള ദാ വെളിച്ചെണ്ണയിൽ ഒന്ന് പകുതി വാടി വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ നല്ല തട്ടുകട സ്റ്റൈലുള്ള കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാണ്. അങ്ങനെ സവാളയും പച്ചമുളകും കുറച്ച് വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ക്ഷമയോട് കൂടി എല്ലാ മുട്ടയുടെ തോലും അവിടെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാടി വന്നിട്ടുള്ള സവാളയിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരല്പം തന്നെ ഗരം മസാലയും കൂടെ തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്തിന് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. കാടക്കുട്ടന്മാരുടെ മുട്ടകൾ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു മസാല എല്ലാം ആ മുട്ടയിലോട്ട് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല കിഡിലൻ ഒരു തട്ടുകട സ്റ്റൈൽ കാടമുട്ട റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂട്ടോടെ ഓരോന്നെടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു കാടമുട്ട റോസ്റ്റ് ആയിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യൽ. എല്ലാം അങ്ങോട്ട് ചൂട്ടോടെ കഴിച്ചപ്പോഴുണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.